പകരം ചോദിക്കുമെന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കും. അത് ഏത് ഉടയതമ്പ്രാനാണെങ്കിലും ചോദിച്ചിരിക്കും. അതാണ് കോൺഗ്രസിന്റെ രീതി. അർദ്ധരാത്രി ആയിരുന്നു CPIM ഗുണ്ടകൾ വന്ന് മലപട്ടണത്തെ ഗാന്ധി പ്രതിമ തച്ചുടച്ചത്. അതിന്റെ പേരിൽ കോൺഗ്രസുമായിട്ട് ഏറ്റുമുട്ടിയതും വലിയ ചർച്ചയായിരുന്നു. എന്നാൽ CPIM തച്ചുടച്ച അതേ സ്ഥലത്ത് ഗാന്ധി സ്തൂപം സ്ഥാപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മറുപടി പറഞ്ഞിരിക്കുന്നത്. ആ മറുപടി പറയാൻ മുന്നിൽ തലപ്പാവ് ധരിച്ചുകൊണ്ട് സണ്ണി ജോസഫും ഉണ്ടായിരുന്നു. ഒരു മാസം മുൻപായിരുന്നു CPIM ആക്രമികൾ ഗാന്ധി സ്തൂപം തകർത്തത്. സമയം ഒട്ടും വൈകിപ്പിച്ചില്ല. നിലമ്പൂരിലെ തിരക്കെല്ലാം ഒഴിഞ്ഞ് കോൺഗ്രസ് ആദ്യം ചെയ്തതും ഗാന്ധി സ്തൂപം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു. സണ്ണി ജോസഫിന്റെ ആ തകർപ്പൻ പ്രതികരണങ്ങളിലേക്ക് പോകാം. മലപ്പട്ടം ഇന്ന് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. മലപ്പട്ടത്തിന് ഉണ്ടായിരുന്ന പേരുദോഷവും മാനക്കേടും മാറ്റുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. മാനം തെളിഞ്ഞിരിക്കുന്നു. മലപ്പട്ടത്തിന്റെ മാനം കാക്കാൻ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് മലപ്പട്ടത്തുണ്ടായ മാനക്കേട്? ലോകത്തിന്റെ പ്രിയങ്കരനായ, ഭാരതത്തിന്റെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ മാത്രമല്ല, ലോകത്തിന്റെ സമാധാനത്തിന്റെ വ്യക്തമായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ സ്തൂപമാണ്, മഹാത്മജിയുടെ സ്തൂപമാണ് ഇവിടെ രാത്രിയുടെ മറവിൽ ചില സാമൂഹ്യ വിരുദ്ധർ തകർത്ത് കളഞ്ഞത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചരിത്രത്തിൽ അത് കളങ്കം ചാർത്തിയ ഒരു രാത്രിയായിരുന്നുവെങ്കിൽ, ആ അക്രമത്തെ നാടാകെ അപലപിച്ചുവെങ്കിൽ നമുക്കറിയാം ഇവിടത്തെ അതിനുത്തരവാദികളായ ഭരണകക്ഷിയുടെ, സംസ്ഥാനത്തെ ഭരണ നേതൃത്വത്തിന്റെ, ഇവിടത്തെ രാഷ്ട്രീയ പ്രവർത്തകർ അവർ വെല്ലുവിളിയുമായിട്ടാണ് മുന്നോട്ട് വന്നത്. അടുക്കളയിലും, കോൺഗ്രസ് പ്രവർത്തകരുടെ അടുക്കളയിൽ കയറിയും ഞങ്ങൾ ഗാന്ധി സ്തൂപം തകർക്കും എന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതാവിന്റെ നിലവാരം എന്ത് എന്ന് ഞാൻ പറയേണ്ടതില്ല. നാട്ടുകാർ, കേരള ജനത, അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകളും അല്പത്തം അജ്ഞത മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ആ നേതാവിനോട് പറയാനുള്ളത്, മലപ്പട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പകൽ സമയത്ത് നിങ്ങൾ ഗാന്ധി സ്തൂപം വണങ്ങേണ്ട, രാത്രിയിൽ ഒറ്റയ്ക്ക് ഈ പ്രദേശത്തോടെ പോകുമ്പോൾ ആ ഗാന്ധി നിന്ദയ്ക്ക് പരിഹാരം ചെയ്യാൻ നിങ്ങൾ ഗാന്ധിയുടെ സ്തൂപത്തിൽ വണങ്ങണം എന്ന് ഞാൻ ആ യുവ സ്നേഹിതനോട് അഭ്യർത്ഥിക്കുകയാണ്. ആരാണ് മഹാത്മജി? നമുക്ക് പ്രസംഗത്തിന്റെ ഭാഷയിൽ പറയേണ്ടതില്ല. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം നമുക്കെല്ലാവർക്കും അറിയാം. ആ സമരത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത പ്രസ്ഥാനത്തിന്റെ ആളുകൾ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റക്കൊടുത്തിയ ആളുകൾ, ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഒരുപക്ഷെ അവർക്ക് അതിൽ പങ്കാളിത്തമില്ലാത്തത് കൊണ്ട് അവർക്ക് അത് അറിയില്ല, ശരിയായ രൂപത്തിൽ പഠിച്ചിട്ടില്ല. ലോകത്തിന്റെ നൂതനമായ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം അതാണ് മഹാത്മജി നമ്മളെ പഠിപ്പിച്ചത്. അക്രമരഹിത മാർഗത്തിലൂടെ, അഹിംസയുടെ മാർഗത്തിലൂടെ, സത്യാഗ്രഹത്തിന്റെ, സഹന സമരത്തിന്റെ മാർഗത്തിലൂടെയാണ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം രാഷ്ട്രപിതാവ് മഹാത്മജിയും രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും മൗലാന അബ്ദുൽ കലാം ആസാദും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്ത്യയിലെ ജനകോടികളെ നയിച്ച് വിജയിപ്പിച്ചത് എങ്കിൽ, ആ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മതസൗഹാർദ്ദം അത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴാണ് രാഷ്ട്രത്തിന്റെ പിതാവ് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ സംബന്ധിക്കുന്നതിന് പകരം കലാപബാധിത പ്രദേശങ്ങളിൽ കാൽനട യാത്ര നടത്തിക്കൊണ്ട്, പദയാത്ര നടത്തിക്കൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ വ്യക്താവായി പ്രവർത്തിച്ച, നേതാവായി പ്രവർത്തിച്ച സത്യാഗ്രഹിയാണ് രാഷ്ട്രത്തിന്റെ പിതാവ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയതാരാണ്? 1948 ജനുവരി മാസം 30 സായാഹ്നത്തിൽ ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗത്തിൽ രാഷ്ട്രപിതാവിന്റെ പിരിമാറിലേക്ക് വെടിയുയർത്തത് വർഗീയവാദിയാണ് എങ്കിൽ, ഇവിടെ DCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ വർഗീയവാദികൾ ഒരു വട്ടം കൊലപ്പെടുത്തിയ മഹാത്മജിയെ വീണ്ടും ഇല്ലായ്മ ചെയ്യാനാണ് മലപ്പട്ടത്തിന്റെ മണ്ണിൽ ചില കുൽസിത ശ്രമങ്ങൾ നടന്നത് എന്ന് നമുക്ക് വേദനയോടെ ഓർമ്മിക്കേണ്ടതായിട്ട് വരും.